നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാണ്. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് വലിയ ഉള്ളിയാണ്. ഇത് 6 വലിയ ഉള്ളി എടുത്താണ് കേട്ടോ. നമ്മൾ ചിക്കൻ അളവിനനുസരിച്ച് എടുക്കുക കേട്ടോ. നമ്മൾ വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി വഴറ്റുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇത് ഉള്ളി പെട്ടെന്ന് വഴന്ന് വരും. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ആകും കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി ചേർക്കുന്നത് മസാലകളാണ്. ബിരിയാണി മസാല, അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഞാൻ സൗകര്യത്തിന് ഇങ്ങനെ ഒന്നിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതായിട്ട് നമുക്കിനി ചേർക്കാനുള്ളത് തക്കാളിയാണ്. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അടുത്തായി ചേർക്കാനുള്ളത് 1 കപ്പ് തൈരാണ്. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 പൊളി നാളികേരം അരച്ചതാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചേർത്താനുള്ളത് ചിക്കനാണ്. ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട ശേഷം നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കേട്ടോ. നമ്മൾ പൊരിച്ചെടുത്തതായതുകൊണ്ട് വല്ലാതെ ഉടയൊന്നുമില്ല. കൂട്ടുകാരെ, നമ്മൾ മുറ്റത്താണ് ഈ പാചകം ചെയ്തിരുന്നത്. അപ്പോഴേക്കും മഴക്കാറ് വന്ന ആകെ പ്രശ്നമായി. ഇനി ഇത് ബാക്കി ഭാഗം അടുക്കളയിൽ തന്നെ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ തൊടിയിലാണ് ഇത് ചെയ്തിരുന്നത്. ഇവിടെ നമ്മളെ പുതിയ വീടിൻ്റെ കണ്ടോ പണികളൊക്കെ ഉള്ളത് കാരണേ ഇവിടെയൊക്കെ ആകെ വൃത്തിയുടെ ഇരിക്കുകയാണ്. പണി നടക്കുന്ന സ്ഥലമാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് വെച്ചിരുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് പാചകം മാറ്റി. കാരണം അറിയാലോ, മഴ പെയ്യാണ്. അപ്പോൾ അതാ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി വെന്ത് നമ്മളത് ഊറ്റുകയാണ് കേട്ടോ. ഈ വാർക്കാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഊറ്റിയിടാണ്. എന്നിട്ട് നമ്മളിനി ദമ്മ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ദമ്മ് ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ഉള്ളിയും കൂടി ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ നമ്മൾ ചിക്കന് ആ മസാല ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മളൊരു തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചോറിടുന്നത്. അപ്പം എന്നാൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന ആ തുണീൻ്റെ ഉള്ളിൽ കൂടെ
പിന്നെ ഈ ചോറിൽ മസാല പിടിക്കുകയും ചെയ്യും. അതിനായിട്ട് വേണ്ടിയിട്ടൊരു തുണി എടുത്ത് വെച്ചിട്ടാണ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മഞ്ഞ കളറായിട്ടുണ്ട്, അതിലിങ്ങനെ പിടിച്ച് മഞ്ഞളൊക്കെ പിടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതാണ് ചെയ്യണത്. അങ്ങനെ ചെയ്യണമെന്ന് നോക്കിക്കോളൂ. ഓക്കെ, കണ്ടോ അതിൻ്റെ അകം നമ്മളിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മസാലേൻ്റെ മേലെ ഇങ്ങനെ വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യത്തെ ലെയർ, ഫസ്റ്റ് ലെയർ ചോറ് ഇടുകയാണ് കേട്ടോ. ചോറിട്ടു. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഗരം മസാല, നമ്മൾ ബിരിയാണി മസാല പൊടിച്ച് വെച്ചത് ഇങ്ങനെ വിതറി കൊടുത്തു. ഇനി അതുപോലെ നമുക്ക് ചെയ്യാനുള്ള ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ വിതറി കൊടുക്കുക. അല്പം നെയ്യ് അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അല്പം നെയ്യ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ രണ്ടാമത്തെ ലെയർ ചോറിടാണ് കേട്ടോ മുകളിൽ. നമ്മൾ അടുത്തതായിട്ടുള്ള രണ്ടാമത്തെ ലെയറിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ബിരിയാണി മസാല നമ്മൾ പൊടിച്ചെടുത്തത്, വീട്ടിൽ പൊടിച്ചതാണ്, അത് ഇങ്ങനെ തൂവി കൊടുത്തു. അതിന് മുകളിലായിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തു. ഇതോടുകൂടി ലെയർ കഴിഞ്ഞു കേട്ടോ. 2 ലെയർ തന്നെ ഉള്ളൂ. അതിന് മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിന് ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് മൂടി വെക്കാം. നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് മുറ്റത്ത് തന്നെ വന്നു കേട്ടോ. കാരണം മഴ അപ്പോൾ പോയിരുന്നു. ഇപ്പോൾ രണ്ടാമത് തുള്ളി ഇടുന്നുണ്ട്. ഇനി എന്താവുമെന്ന് അറിയില്ല. ഒക്കെ മൂടി ഇതായി. ഇപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. കനലാക്കിയിട്ടുണ്ട്. ഇനി കനൽ നമ്മൾ കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. ഇതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. മുകളിലും നല്ല കനലായി, താഴെയും കനൽ. ഒരു 1/4 മണിക്കൂർ നമ്മൾ ദമ്മിൽ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ദമ്മിൽ നിന്ന് എടുത്തത് ഇനി നമ്മളത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ദം ബിരിയാണി റെഡിയായി. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണിച്ചാൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.